ഹായ് ഡിയേഴ്സ്. അപ്പം നമ്മുടെ പുതിയ ചാപ്റ്ററാണ് ചാപ്റ്റർ 4, 4-ാം പാഠം സാധ്യതകളുടെ ഗണിതം. അപ്പം എന്താണ് സാധ്യത? നമ്മൾ ഇപ്പം മഴക്കാലമാണല്ലേ, മഴക്കാലമാണ്. നമ്മുടെ മേഘം ഉണ്ടോ നോക്കും. ഇപ്പം മേഘത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ, അതായത് മഴ പെയ്യിക്കുന്ന മേഘം ഉണ്ടല്ലോ, കാർമേഘം, അതുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറയുക? ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പം കാർമേഘത്തിന്റെ അനുസരിച്ചിരിക്കും നമ്മുടെ സാധ്യത പറച്ചില്. ഇപ്പൊ കാർമേഘം വളരെ കുറവാണ്, 1-2 മേഘമേ ഉള്ളൂ അവിടെ ഇവിടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇന്ന് ചിലപ്പോ മഴ പെയ്യുമെന്ന് പറയും. എന്നാലും നല്ലപോലെ ചിലപ്പെങ്കിലും പെയ്യുള്ളൂ, ചിലപ്പെങ്കിൽ ഒന്ന് തൂളി പോവുള്ളൂ എന്നൊക്കെ നമ്മൾ സാധ്യതകൾ പറയാറുണ്ട്. ആ സമയത്ത് നല്ല കാർമേഘം നല്ല ഇതായിട്ടിരിക്കുക, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഉറപ്പായിട്ടും മഴ പെയ്യുന്നു. ഇന്ന് എന്താണേലും മഴ പെയ്യും, അത്രയും ഉറച്ചിരിക്കുക എന്ന് പറയും. ആ സമയത്ത് സൂര്യനാണെങ്കിലോ, അതായത് കാർമേഘം ഒന്നും ഇല്ലെങ്കിലോ, ഇന്ന് മഴ പെയ്യുന്ന ഒരു ലക്ഷണവും ഇല്ലെന്ന് പറയും. അപ്പൊ അവിടെ എത്രയായിരിക്കും? സാധ്യത 0 ആണ്. ഒരു ലക്ഷണവും ഇല്ല. ആ മേഘം അവിടെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് സാധ്യത പറയുള്ളൂ. മേഘം ഒരു 50% മേഘം ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇന്ന് 50% മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയും. ഇതുപോലെയാണ് നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം. അവര് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് മേഘത്തിന്റെയും കാറ്റിന്റെയും. കാറ്റും അതുപോലെ തന്നെ ചില സമയത്ത് കാറ്റ് വീശി അടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയും. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ നമ്മള് പരീക്ഷ എഴുതി, ഇപ്പൊ SSLC ആണേലും ഇപ്പം പരീക്ഷ എഴുതി നമുക്ക് മാർക്കുള്ള സബ്ജക്റ്റുകളുണ്ട്. ചില സബ്ജക്റ്റിന് നമുക്ക് നല്ല മാർക്കുണ്ടാവും. ചിലപ്പോൾ മലയാളം, ഇപ്പൊ നമ്മൾ ഉറപ്പായിട്ട് പറയും IT, കമ്പ്യൂട്ടർ ഒരുവിധം എല്ലാവർക്കും A+ കിട്ടുന്നതാണ്. അപ്പം ഉറപ്പായിട്ടും നമുക്ക് പറയാം എനിക്ക് കമ്പ്യൂട്ടർ എന്താണെങ്കിലും A+ കിട്ടും. അതുപോലെ തന്നെ ചില മക്കൾക്ക് സോഷ്യൽ സയൻസ് ഭയങ്കര എളുപ്പമായിരിക്കും, അപ്പൊ നന്നായിട്ട് മനസ്സിലാവും, നന്നായിട്ട് പഠിക്കും. അങ്ങനെയുള്ള മക്കൾ പറയും ഞാൻ സോഷ്യലിന് എന്താണേലും A+ മേടിക്കും. കാരണം എന്തുകൊണ്ടാ? കാരണം അത്രയും നന്നായിട്ട് അറിയാം, അവിടെ സാധ്യത കൂടുതലാണ് സോഷ്യലിന് A+ കിട്ടാൻ. അതുപോലെ നമ്മുടെ സ്വന്തം മാത്സ് പഠിക്കുന്ന ചില മക്കൾക്ക് മാത്സ് നല്ല എളുപ്പമായിരിക്കും. അപ്പൊ അവര് പറയും മാത്സ് A+ മേടിക്കാനുള്ള സാധ്യത എനിക്കുണ്ട്. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്കും, ഇപ്പൊ എനിക്കാണേലും പറയും ഓരോരുത്തരുടെയും പ്രതികരണം അനുസരിച്ച് ഞാൻ പറയാറില്ലേ, അതായത് അവന് മാത്സ് A+ കിട്ടും കേട്ടോ. കാരണം അവരുടെ ഒരു പഠിത്തത്തിന്റെ അല്ലെങ്കിൽ കാണാ പഠിക്കുന്ന ചില സബ്ജക്റ്റിന് ചില മിസ്സുമാർ പറയും നീ ഈ സബ്ജക്റ്റിന് ജസ്റ്റ് പാസ്സാകത്തുള്ളൂ, അല്ലെങ്കിൽ നീ പാസ്സാകുക പോലും ഇല്ലാന്ന് ചില മിസ്സുമാർ പറയുന്നത് കേൾക്കാം, ചില ടീച്ചേഴ്സ്. അപ്പൊ അതായത് ഓരോ കാര്യത്തിലും അവിടെ കിട്ടേണ്ട അനുകൂല ഫലങ്ങൾ കിട്ടുന്നതനുസരിച്ചാണ് നമ്മുടെ സാധ്യതയുടെ പറച്ചില്. ഇപ്പൊ SSLC എക്സാം ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ 5 സബ്ജക്റ്റ് എടുക്കുക, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്. ഓക്കെ, 5 സബ്ജക്റ്റിന് മാർക്ക് കുറവായിരിക്കും, പക്ഷെ ബാക്കി 5 സബ്ജക്റ്റിന് എളുപ്പമായിരുന്നു എക്സാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് പറയും? എനിക്ക് എന്താണ് 10-ൽ 5%, അതായത് 10-ൽ 5 ഇത് സാധ്യത കൂടുതലുണ്ട് A+ മേടിക്കാൻ. എനിക്ക് 50%, അതായത് പകുതി സബ്ജക്റ്റിന് എനിക്ക് A+ കിട്ടും, 5 വിഷയത്തിന് A+ കിട്ടും. അതിന് നമ്മൾ പറയും 10-ൽ 5 എന്ന് പറയും. അപ്പൊ ഇവിടെ 5 സബ്ജക്റ്റ് ആണ് സാധ്യത കൂടുതൽ. നോക്കിയപ്പോഴത്തേക്കിന് വേറൊരു സബ്ജക്റ്റും കൂടെ വന്നു A+ മേടിക്കാനായിട്ട്. ഹിന്ദി കുറച്ചും കൂടെ എളുപ്പമായിരുന്നു, നന്നായിട്ട് എളുപ്പമായിരുന്നു. പിന്നെ ഹിന്ദി, മലയാളം, അതുപോലെ മാത്സ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ സാധ്യതയുടെ അളവ് കൂടി. അപ്പൊ 5, മിക്കവാറും എനിക്ക് 6 സബ്ജക്റ്റിന് A+ കിട്ടും. കാരണം 6 സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായിരുന്നു, അതുകൊണ്ട് ഉറപ്പാണ് എനിക്ക് A+ കിട്ടും എന്ന്. അപ്പൊ ഇതുപോലെ ഇരിക്കും നമ്മുടെ സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സാധ്യതയെ നമ്മുടെ ഗണിത ശാസ്ത്രത്തില്, അതായത് കണക്കില്, മാത്സില് എങ്ങനെയാണ് സാധ്യത നമ്പറായിട്ട് പറയുന്നതെന്നാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ സാധ്യത കാണുന്നത് അനുകൂല ഫലങ്ങളുടെ എണ്ണം ഡിവൈഡ് ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ SSLCയുടെ മാർക്കാണെങ്കിൽ ആകെ എത്രയാ? 10 സബ്ജക്റ്റ് ആണുള്ളത്. അതില് A+ നേടാൻ സാധ്യത 6 സബ്ജക്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ സാധ്യത പറയുമ്പോൾ 10-ൽ 6 എന്ന് പറയാം, അതായത് 6/10. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിനെ ഷോർട്ട് ആക്കുന്ന മെത്തേഡ് ഉണ്ടല്ലോ, ഭിന്നസംഖ്യയെ ലഘൂകരിക്കുന്ന മെത്തേഡ്. അപ്പൊ ഇവിടെ എന്താ? 6-ഉം 10-ഉം ആണ്. 6-ന്റെ പകുതി എത്രയാ? 3. അതായത് 2-ഉം
2ന്റെ ഗുണിതങ്ങളാണ്. 2 2 2 2 4 3 2 6 I 2 10 അപ്പൊ നമ്മളതിനെ ആ 2 2 കൂടെ ക്യാൻസൽ ചെയ്ത് മുകളിലത്തെ 2ൽ താഴത്തെ 2 കൂടെ അങ്ങ് വെട്ടിക്കളഞ്ഞു. അപ്പൊ ബാക്കി മിച്ചം വരുന്നത് 3/5 എന്നാണ്. ഓക്കെ, ഇപ്പൊ പ്രധാനപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും തിരിച്ചും തിരിച്ചൊക്കെ ചോദിക്കാറുള്ളൂ കേട്ടോ. ഇരട്ട സംഖ്യകൾ ഏതാന്ന് അറിഞ്ഞിരിക്കണം, ഒറ്റ സംഖ്യകൾ അറിയണം, അഭാജ്യ സംഖ്യകൾ എന്താ? ഇപ്പൊ 2 3 5 7 11 13 19 17 19 23 അപ്പൊ അങ്ങനെ വരുന്ന സംഖ്യകളുണ്ടല്ലോ, 27. അതായത് അതിന്റെ ഗുണിതങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ നമ്പരും ഒന്നും മാത്രമായിരിക്കും. അതായത് ഇപ്പൊ 11 എന്താ? 11 ഡിവൈഡഡ് ബൈ 1ഉം 11 ഡിവൈഡഡ് ബൈ 11 അല്ലേ ഉള്ളൂ. എന്ന് വെച്ചാൽ 1 11 11. അതല്ലാതെ വേറെ ഘടകങ്ങളൊന്നും അതിനില്ല. അപ്പൊ 1ഉം 11 മാത്രമേ ഉള്ളൂ ഘടകങ്ങൾ വരുന്നത്. അങ്ങനെ വരുന്ന നമ്പേഴ്സ് ആണ് എന്ത്? അഭാജ്യ സംഖ്യകൾ. ഇനി പൂർണ്ണവർഗങ്ങൾ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കുറെ പൂർണ്ണവർഗങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് പൂർണ്ണവർഗങ്ങൾ? 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 25, 5ന്റെ വർഗം അല്ലെ? വർഗം എന്ന് വരും. 36, 49. ഇതിനൊക്കെ എന്ത് ഉണ്ടാവും? പൂർണ്ണമായിട്ടുള്ള വർഗമൂലങ്ങൾ ഉണ്ടായിരിക്കും. വർഗമൂലം ഉള്ള നമ്പേഴ്സ് ആണ് പൂർണ്ണവർഗങ്ങൾ. ഇനി ആകെ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം 90. രണ്ടക്ക സംഖ്യകൾ 10 തൊട്ട് 99 വരെ. അത് എത്രണ്ണം ഉണ്ട്? 90 ഉണ്ട്. മൂന്നക്ക സംഖ്യകളോ? അത് 100 തൊട്ട് 999 വരെ. അപ്പൊ അത് 900 ആണ് ഉള്ളത്. അതുപോലെ തന്നെ പകിട ഉരുട്ടുക. പകിട എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ ഡൈസ് നമ്മള് ഗേണിയും പാമ്പും കളിക്കുമ്പോ ഉള്ള ഈ ഒരു ഡൈസ് ഇല്ലേ, അതാണ് പകിട. അപ്പൊ ഇതിങ്ങനെ ഉരുട്ടിയാല് എന്താണ്? ആകെ ഫലങ്ങൾ എത്ര എണ്ണം ഉണ്ട്? ഒരിടത്ത് 1 ഉണ്ട്, പിന്നെ 2 ഉണ്ട്, പിന്നെ 3 ഉണ്ട്, പിന്നെ 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. അങ്ങനെ എത്ര എണ്ണം ഉള്ളത്? ടോട്ടല് 6 പകിട ഫലങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പൊ അതായത് നമ്മളൊരു ഇത് ഡൈസ് കറക്കി ഉരുട്ടുവാണെങ്കിൽ ചിലപ്പോൾ അത് 1 മുതൽ 6 വരെ ഏത് വേണേലും വീഴാം അല്ലേ? പിന്നെ 2 പകിടകൾ ഉരുട്ടിയാല്, അപ്പൊ 2 പകിട എന്ന് പറയുമ്പോൾ ഒരു ഇവിടെ ഒരു ഡൈസും ഒരു ഡൈസും. അപ്പൊ ഇവിടെ 1, ഇവിടെ 2 അല്ലേ? ഇത് രണ്ടും ഉരുട്ടിയിട്ട് ഇട്ടു. ഇപ്പൊ ഒന്നാമത്തേൽ ഇതിൽ 1 വീണാൽ ഇതിൽ 2 വീഴും. ഇതിൽ 1 തന്നെയാണെങ്കിൽ, അതായത് ഒരെണ്ണത്തിൽ 1 ആണെങ്കിൽ മറ്റേതിൽ 1, പിന്നെ 1 ആണെങ്കിൽ 2, 1 3, 1 4, 1 5, 1 6, പിന്നെ 1ന്റെ കഴിഞ്ഞു. പിന്നെ എന്താണ്? 2 1, 2 2. അപ്പൊ ഇങ്ങനെ അങ്ങ് പോകുന്നു പകിട ഉരുട്ടുന്നത്. അപ്പൊ അത് ടോട്ടൽ നോക്കണമെങ്കിൽ ഒരു ഡൈസിൽ എത്ര നമ്പേഴ്സ് സാധ്യതയുള്ളത്? 6 എണ്ണം ഉണ്ട്. മറ്റേ ഡൈസിൽ എത്ര സാധ്യതയുള്ളത്? അവിടെയും 6 എണ്ണമല്ലേ ഉള്ളത്. അപ്പൊ രണ്ടിന്റെയും ടോട്ടൽ നോക്കണമെങ്കിൽ എത്ര സാധ്യത ഉണ്ടെന്ന് നോക്കണമെങ്കിൽ ഈ 6നെ 6 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, 6 6 6 × 6 6 × 6 36 സാധ്യതയാണ് ഉള്ളത്. ഇത് വിശദമായിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്. ഇതൊക്കെ ജോഡിയുടെ കൂട്ടത്തിൽ വരുന്നതാണ് കേട്ടോ. ഇതും അത് തന്നെയാ, ജോഡി ലാസ്റ്റ് ഉള്ള ടോപ്പിക്കാണ്. ഈ ഒരു സാധ്യതകളുടെ ലാസ്റ്റ് വരുന്നതാണ് ജോഡി. അപ്പൊ അതിലുള്ളതാണ് ഇത്. ഓക്കെ, ഇത് ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇനി അടുത്തത് വരുന്നത്, നമ്മള് ഇവിടെ ഒരു പെട്ടി നോക്കിക്കേ. ഒരു പെട്ടിയിൽ 6 പച്ച പന്തുകളും 4 ചുവന്ന പന്തുകളും ഉണ്ട് അല്ലെ? ഇവിടെ എത്ര എണ്ണം ഉണ്ട്? പച്ച 6 എണ്ണം ഇല്ലേ? 1 2 1 പച്ച കൊണ്ട് വരയ്ക്കാം അല്ലെ? 1 2 3 4 5 6 എണ്ണം ഉണ്ട്. അതുപോലെ 4 ചുവന്നത് 1 2 3 4 ചുവന്നത് ഉണ്ട്. കണ്ടില്ലേ? അപ്പൊ പെട്ടിയിൽ ആകെ എത്ര എണ്ണം ഉണ്ട്? 6 4 അല്ലേ? 6 4 എത്രയാ? ടോട്ടൽ എത്രയുണ്ട്? 10 എണ്ണം ഉണ്ട്. പെട്ടിയിൽ നിന്ന് ഒരു പച്ചപ്പന്തെടുത്താൽ അത് പച്ചയാകാനുള്ള സാധ്യത. അപ്പൊ ഞാൻ കണ്ണടച്ചിട്ട് എന്ത് ചെയ്തു? ഈ പെട്ടിയിൽ നിന്ന് ഒരു പന്തെടുത്തു. അത് പന്തെടുത്താൽ അത് പച്ചയാകാനുള്ള സാധ്യത. അപ്പൊ ഇവിടെ എന്താണേലും ഈ പെട്ടിയിൽ 6 പ്രാവശ്യം ഞാൻ കൈ ഇട്ടിട്ട് എടുക്കുക. ടോട്ടൽ എത്ര പന്തുണ്ട്? 10 എണ്ണം ഉണ്ട്. അതിൽ എത്ര എണ്ണം പച്ചയുള്ളത്? അത് 6 എണ്ണമാണുള്ളത്. അപ്പൊ എത്ര സാധ്യത വരുന്നത്? സാധ്യത വരുന്നത് 10ൽ 6 6/10 ആണ് സാധ്യത വരുന്നത്. ഇതിനെ ഞാൻ പറഞ്ഞില്ലേ, ലഘൂകരിച്ച് വേണം നമ്മുടെ
ഈ ഒരു പിന്നെ സംഖ്യ എഴുതണമെങ്കിൽ ഈ ഒരു രീതിയിൽ എഴുതാതെ ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ലഘൂകരിക്കാൻ പറ്റുന്നത് അത്രയും ചെയ്യാം. അപ്പൊ 6ഉം 10ഉം രണ്ടും ഈവൻ നമ്പേഴ്സ് ആണ്, സംഖ്യകളാണ്. അപ്പൊ എന്ത് ചെയ്യാം, 2 കൊണ്ട് 2നെയും ഹരിക്കാൻ പറ്റും. അപ്പൊ എത്ര കിട്ടും? 3/5. 6ന്റെ പകുതി 3ഉം 10ന്റെ പകുതി 5 എഴുതാം. ഓക്കെ, അവിടെ ചുമന്ന പന്തുകൾ കിട്ടാനുള്ള സാധ്യതയോ? അപ്പൊ ഇവിടെ അതേപോലെ തന്നെ ചുവന്ന കിട്ടാനുള്ള എത്ര ചുവന്ന പന്തുകളുടെ എണ്ണം, ചുവന്ന പന്തുകളുടെ എണ്ണം എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ആകെ പന്തുകളുടെ എണ്ണം 10. അപ്പൊ അനുകൂല ഫലങ്ങൾ നമുക്ക് കിട്ടാൻ ഫലങ്ങളുടെ എണ്ണം, അനുകൂലം സാധ്യത എത്ര എണ്ണം ഉണ്ട്, ആ ഫലങ്ങളാണത് ഡിവൈഡഡ് ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. ഓക്കെ, അപ്പൊ 4/10 ആൻസർ വരുമ്പോൾ ഇതും അതുപോലെ തന്നെ എത്ര സംഖ്യയാണ്? അപ്പൊ 4ന്റെ പകുതി 2, 10ന്റെ പകുതി 5. ഓക്കെ, 2/5 ആൻസർ വരും. ഇനി അടുത്തൊരു ഇത് നോക്കിക്കേ. ഇവിടെ ഒരു ഇത് തന്നേക്കുന്നു, ഒരു പെട്ടിയുണ്ട്, 2 പെട്ടിയുണ്ട്, 3 പെട്ടിയുണ്ട്. ഇവിടെ എല്ലായിടത്തും ഉണ്ട് അല്ലേ? കറുത്ത പന്തും വെളുത്ത പന്തും ഉണ്ട് ഓരോ പെട്ടിയിലും. അപ്പൊ ഇവിടെ മുകളിൽ എത്ര കറുത്ത പന്തുണ്ട്? 1, 2, 3, 4, 5 കറുത്ത പന്തുണ്ട്. ടോട്ടൽ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. 8ഉം 13 ആകെ പന്തുകൾ. അപ്പം ആദ്യത്തേല് 13 പന്തുകളാണ് ആകെപ്പാടെ ഉള്ളത്. അതിൽ നിന്ന് ഒരു പന്തെടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത. ഇപ്പൊ കറുത്ത എത്ര എണ്ണം പറഞ്ഞേ? 5 എണ്ണം. ഇപ്പൊ 5/13 കറുത്തതാകാനുള്ള സാധ്യത. അപ്പൊ വെളുത്തതാണെങ്കിലോ? വെളുത്തതാകാനുള്ള സാധ്യത 8/13. അപ്പൊ ഇനി അടുത്ത പെട്ടിയോ? അടുത്ത പെട്ടി 3. ഇപ്പൊ ഈ രണ്ടാമത്തെ പെട്ടിയിൽ 3, 2, 5, 3, 8 കറുത്തതും 3, 7. ടോട്ടൽ എത്ര? 7 വെളുത്തതും. ടോട്ടൽ എത്ര വരുന്നേ? 15 എണ്ണം. അപ്പൊ 8 കറുത്തത്. അപ്പൊ 8/15 കറുത്തതാകാനുള്ള സാധ്യതയും 7/15 വെളുത്തതാകാനുള്ള സാധ്യതയും. അപ്പൊ ആകെ വെളുത്ത ബോളും 7ഉം ടോട്ടൽ 15ഉം ആണ് ഉള്ളത്. അപ്പൊ ഇനി അടുത്ത പെട്ടിയിലാണെങ്കിലോ? അപ്പൊ അടുത്ത പെട്ടിയില് 10 കറുത്ത ബോളുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ഉള്ളത്? 16 ബോളുകൾ ആകെപ്പാടെ ഉണ്ട്. അതില് കറുത്തതാകാനുള്ള സാധ്യത 10/16, വെളുത്തതാകാനുള്ള സാധ്യത 6/16. അപ്പൊ ഇതിനെ ഒന്ന് ഷോർട്ടാക്കി എഴുതുക. 10 എന്നുള്ളത് 5/8ഉം ഇത് 3/8. ഓക്കെ, ഇതാണ് ഈ ഒരു ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ? ഇനി ഇവിടെ ഒരു ഇത് വരുന്നത്, ഏതെങ്കിലും ഒരു പെട്ടിയിൽ നിന്ന് കാണാതെ ഒരു മുത്തെടുക്കാം. അപ്പൊ പച്ച മുത്ത് വേണ്ടയാൾ അപ്പൊ ഏത് പെട്ടിയിൽ നിന്ന് എടുത്താലാണ് നല്ലത്? എന്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എനിക്ക് എന്താണ് പച്ച മുത്ത വേണ്ടത്? അപ്പൊ ഞാൻ എന്താ നോക്കുന്നത്? ഇപ്പൊ ഇവിടെ നോക്കുമ്പോ അത് നമ്മൾ ടോട്ടൽ എണ്ണി നോക്കുന്നു. എണ്ണി നോക്കുമ്പോ എത്ര കിട്ടും? ഇവിടെ 3, 2, 5, 10 പച്ചപ്പന്തുകളും പച്ച മുത്തും മുത്തുകളാണ് കേട്ടോ. അപ്പൊ 10 പച്ചമുത്തും 5 ചുമല മുത്തുമാണ് ഉള്ളത്. ടോട്ടൽ ഇവിടെ എത്ര ഉണ്ട്? 15 ഉണ്ട് ആകെ. അപ്പൊ ഇവിടെ എത്രയാ? ആകെ കൊടുത്തു വെക്കുന്നത് 15 തന്നെയാണ്. അപ്പൊ പച്ചമുത്ത് എത്രയാണോ ഉള്ളത്? ഇവിടെ പച്ചമുത്ത് 10 ഉള്ളത്, 5 റെഡ് ഉള്ളത്. അപ്പൊ ഗ്രീന് 10 റെഡ് എത്ര ഉള്ളത്? 5 ഉള്ളത്. ഇവിടെ ആണെങ്കിലോ 4, 7, 8. 8 ഗ്രീനാണ് ഉള്ളത്. ഗ്രീന് എത്ര ഉള്ളത്? 8 ഉള്ളൂ. ബാക്കിയുള്ള 7 എന്താണ്? റെഡ് ആണ് അല്ലേ? ഇപ്പൊ ഗ്രീന് കൂടുതൽ എവിടെയാണ്? ടോട്ടൽ രണ്ടിടത്തും 15. അതായത് രണ്ടിടത്തും 15 പന്തുകളാണ്. ഇപ്പൊ നമുക്കറിയാം 15ൽ 10 ഉള്ളതല്ലേ കൂടുതലുള്ളത്. ഇപ്പൊ ഗ്രീൻ പന്ത് വേണമെങ്കിൽ സാധ്യത കൂടുതൽ ഏതാണുള്ളത്? നമുക്കറിയാം ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് എടുക്കാമ്പോഴാണ്. അതുപോലെ റെഡ് ആണ് നമുക്ക് എടുക്കാൻ നമുക്ക് ആവശ്യം. ഇപ്പൊ ഏത് പെട്ടിയിൽ നിന്ന് എടുത്താലാണ് റെഡ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ? അത് രണ്ടാമത്തെ പെട്ടിയിലുമായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു പെട്ടിയിൽ തന്നെ ഒരു മുത്തും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരു പച്ച
ഒരു പച്ചയും കൂടെ വന്നു. ഓക്കെ, ഒരു പച്ചയും കൂടെ വന്നു. അപ്പൊ 2 പച്ച ഇവിടെ ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോണ്? ഇതിനെ നോക്കാൻ പോണ സാധ്യത. അപ്പൊ ഇവിടെ എത്ര ടോട്ടല്? ഇവിടെ 15 തന്നെ ഉള്ളൂ. അവിടെ മാറ്റമൊന്നുമില്ല. എത്ര ഗ്രീൻ ഉണ്ട്? ഗ്രീന് 10 തന്നെയാണ്. റെഡ് എത്ര ഉള്ളത്? റെഡ് 5 തന്നെ. ഇവിടെ മാറ്റമൊന്നുമില്ല. ഓക്കെ. ഇവിടെ പക്ഷെ ഞാൻ 2 പച്ച ബൊന്തും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഗ്രീൻ എത്ര ഉണ്ട്? ഗ്രീന്റെ എണ്ണം കൂടിയില്ലേ? ഇപ്പൊ നേരത്തെ 8 അതിന്റെ കൂടെ 2 കൂടെ കൂടിയപ്പോ 8 2 10 ഗ്രീൻ ആയി. ഇവിടെ പിന്നെ റെഡ് ആണെങ്കിലോ 7 തന്നെ ഉള്ളൂ. റെഡിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഗ്രീനിന്റെ ഇതായിട്ട് ഇപ്പൊ ഇവിടെ ടോട്ടൽ വന്നപ്പോഴത്തേക്കിന് എന്തായി? ടോട്ടൽ 15 മാറിയിട്ട് 17 ആയി ടോട്ടല്. ഇപ്പൊ ഇവിടെ ഗ്രീൻ കിട്ടാനുള്ള സാധ്യത ഏതാണ്? ഇവിടെ എത്രയുണ്ട്? ഇവിടെ ഗ്രീൻ കിട്ടാനുള്ള സാധ്യത 10/15 ആണ്. ഇവിടെ ഗ്രീൻ കിട്ടാനുള്ള സാധ്യതയോ? ഇവിടെ ഗ്രീൻ എത്ര ഉണ്ട്? 10 ഉണ്ട്. പക്ഷെ ടോട്ടല് 17 ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോ തന്നെ അറിയാം 15 10 തന്നെയാ വലുത് അല്ലേ? 17 10 എന്നുള്ളത് ഒരു ഇച്ചിരി റിസ്ക് ആണ്. എന്നാലും നമ്മൾ സാധ്യത നോക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കും. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ 10/15 ആണ് ഒന്നാമത്തെ പെട്ടിയില്. രണ്ടാമത്തെ പെട്ടിയില് 10/17 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഈ 17 ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. അതായത് ആദ്യത്തെ ഈ ഒരു ഇതിനെ 17 കൊണ്ട് 2 സൈഡിലും ഗുണിക്കും. ഇതിനെയാണെങ്കിൽ ഇതിന്റെ ഡിനോമിനേറ്റർ ആയ 15 കൊണ്ട് 2 സൈഡിലും ഗുണിക്കുന്നു. അങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. ഇവിടെ 10 ഇവിടെ എന്താ? ഇവിടെയും 17 കൊണ്ട് ഗുണിക്കണം. 10നെയും 17 കൊണ്ട് ഗുണിക്കണം. താഴെയുള്ള 15നെയും 17 കൊണ്ട് ഗുണിക്കണം. ഇവിടെയാണെങ്കിലും അതുപോലെ തന്നെ മുകളിലുള്ള 10നെ 15 കൊണ്ട് ഗുണിക്കണം. താഴെയുള്ള 17നെയും എത്ര കൊണ്ട് ഗുണിക്കണം? 15 കൊണ്ട് ഗുണിക്കണം. അത് ഗുണിച്ചു കഴിയുമ്പോൾ വരുന്ന 10 × 17 എത്രയാണ്? 170 ഡിവൈഡഡ് ബൈ 15 × 17 255 ആണ്. ഇവിടെ ആണെങ്കിലും 10 × 15 എന്ന് പറയുന്നത് 150/255. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? രണ്ടും ഒരേ വാല്യൂ തന്നെയാണ്. രണ്ടിനും വാല്യൂവിന് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ രണ്ടിന്റെയും ഡിനോമിനേറ്റർ നോക്കുക. കണ്ടില്ലേ? ഇവിടെ 255 ആണ്, ഇവിടെ 255 ആണ്. അപ്പൊ വലുത് പിന്നെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ വലുത് ഇതിൽ രണ്ടിലും ഈ ഭിന്നസംഖ്യകൾ രണ്ടിലും വലുത് ഏതാന്ന് എങ്ങനെ അറിയും? അതിന്റെ ന്യൂമറേറ്റർ വലുത് ഏതാണോ അതാണ് ആ സംഖ്യയിൽ വലുതെന്ന് ഓർക്കും. ഓക്കെ. ഇവിടെ 170 ഉണ്ട്, 150 ഉണ്ട്. അപ്പൊ 150 ആണോ 170 ആണോ വലുത്? ഉറപ്പായിട്ട് നമുക്കറിയാം 170 ആണ് വലുത്. അപ്പൊ നമ്മള് ആദ്യത്തെ പെട്ടിയിൽ നിന്ന് പച്ച മുത്ത് വേണ്ടയാൾ ആദ്യത്തെ പെട്ടിയിൽ നിന്ന് തന്നെ കണ്ണടച്ചെടുത്താൽ കിട്ടാനുള്ള സാധ്യത കൂടുതൽ ആദ്യത്തെ പെട്ടിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? വേറൊരു ക്വസ്റ്റ്യൻ. ഒരു പെട്ടിയില് ഒരു ചോദ്യം ഇതാണ്. ഒരു പെട്ടിയില് ഒരു പെട്ടി എടുത്തു. അതിനകത്ത് 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഓരോ കടലാസ് കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിലാക്കി ഇട്ടിരിക്കുന്നു. ഓക്കെ. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? പെട്ടിയിൽ ആകെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? പെട്ടിയിൽ ആകെ ഒറ്റ സംഖ്യകളുടെ എണ്ണം എത്ര? പെട്ടിയിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം എടുത്താൽ അത് ഇരട്ടയാകാനുള്ള സാധ്യതയും ഒറ്റയാകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ 3ന്റെ ഗുണിതമാകാനുള്ള സാധ്യത. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇപ്പഴത്തേക്ക് ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മൾ ഒരു പെട്ടിയിൽ എന്ത് ചെയ്യുക? ഒരു പെട്ടിയില് 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എഴുതിയേക്കുന്നത്. ഓക്കെ. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 4 5 6 1 വരെ 20 അല്ല 10 ആണ് കേട്ടോ. ഓക്കെ. 1 മുതൽ 10 വരെ. അപ്പൊ 1 1 2 3 4 5 6 7 8 8 9 10. അപ്പൊ ഇവിടെ ആകെ ഇരട്ട സംഖ്യകളുടെ എണ്ണം ചോദിച്ചേക്കുന്നത്. ആകെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം
എത്ര സംഖ്യകളാണ്? 2, 4, 6, 8, 10. ഇതാണ് നമ്മുടെ എട്ടസംഖ്യകൾ. ആകെ എത്രണ്ണം ഉണ്ട്? 5 ഉണ്ട്. ഒറ്റസംഖ്യ എത്രയാ? ഒറ്റസംഖ്യ 5 തന്നെ. 5 5 അല്ലേ 10 ആവുന്നത്. ഓക്കെ. ഇനി എന്താണ്? ഇരട്ടസംഖ്യ. ഒരു കടലാസ് എടുത്താൽ അത് ഇരട്ടയാകാനുള്ള സാധ്യത. അപ്പൊ എത്ര എട്ടസംഖ്യകൾ ആകെ ഉള്ളത്? 5. ടോട്ടൽ സംഖ്യകൾ എത്രയാ? 10. അപ്പൊ എട്ടസംഖ്യ ആകാനുള്ള സാധ്യത ഇത് തന്നെ. ഒറ്റസംഖ്യ ആകാനുള്ള സാധ്യത അതും 5/10 തന്നെയാണ്. ഇനി എന്താണ്? 3ന്റെ ഗുണിതമാകാനുള്ള സാധ്യത എത്രയെന്ന് നമുക്ക് നോക്കുക. ഇവിടെ 3ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഈ ഒരു നമ്പേഴ്സിൽ ഏതൊക്കെയാണ് 3ന്റെ ഗുണിതങ്ങൾ വരുന്നത്? നമുക്കറിയാം. 1 3 3. അപ്പോൾ ഒന്നാമത്തെ ഗുണിതം എന്ന് പറയുന്നത് 3 ആണ്. 1 3 3, 2 3 6, 3 3 9. 3ന്റെ ഗുണിതങ്ങൾ 3 ഉള്ളൂ. അപ്പൊ ടോട്ടൽ എത്ര സംഖ്യകളാ? 10 എണ്ണം. അപ്പൊ 3/10 ആണ് 3ന്റെ ഗുണിതമാകാനുള്ള സാധ്യത. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ഉള്ള എല്ലാം എളുപ്പമാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു പെട്ടിയില് 8, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു പെട്ടിയില് 8 കറുത്ത പന്തുണ്ട്, 5 ചുവന്നതുണ്ട്, 6 വെളുത്തതുണ്ട്. അപ്പൊ എത്ര കളർ ഉണ്ട് അവിടെ? നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ ആദ്യം അതൊക്കെ നോക്കണം. 8 കറുത്തത്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് കറുത്ത പന്ത് വരിക. കറുത്തതിന് നമുക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ. ബ്ലാക്ക് എത്ര ഉള്ളത്? ബ്ലാക്ക് 8 എണ്ണം. പിന്നെന്താ ഉള്ളത്? 8 കറുത്ത പന്ത്, 5 ചുവന്നത്. അപ്പൊ റെഡ് 5. അപ്പൊ എന്താണ്? ആദ്യം ബ്ലാക്ക് 8 എണ്ണം. പിന്നെ എന്താണുള്ളത്? റെഡ് എത്ര ഉള്ളത്? 5. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? വേറെ ഏതാ ഉള്ളത്? 6 വെളുത്ത പന്തുകളും ഉണ്ട്. അപ്പൊ വെളുത്തത് W എത്ര ഉള്ളത്? 6 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പെട്ടിയിലെ ആകെ പന്തുകളുടെ ഒരു പെട്ടിയിലല്ല, പെട്ടിയിലെ മൊത്തം ആകെ പന്തുകളുടെ എണ്ണം എത്ര? പെട്ടിയിൽ നിന്ന് ഒരു പന്തെടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത, വെളുത്തതാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ ചുവന്നതാകാനുള്ള സാധ്യത. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മള് പെട്ടിയിൽ എത്ര പന്തുകളാണ് ടോട്ടൽ ഉള്ളത്? നമുക്ക് അറിയാലോ. ബ്ലാക്ക് 8 എണ്ണം ഉണ്ട്, 5 എണ്ണം റെഡ്, വൈറ്റ് 6 എണ്ണം. അപ്പൊ ആകെ പന്തുകൾ എന്ന് പറയുമ്പോൾ ഈ 3 കൂടി കൂട്ടുക. അപ്പൊ 11, 8, 19. അപ്പൊ ആകെ എത്ര എണ്ണം ഉള്ളത്? ആകെ 19 പന്തുകളാണ് ഉള്ളത് അല്ലെ. 19 പന്തുകളുണ്ട്. ഇനി ഇവിടെ എന്താണ്? ബ്ലാക്ക് എത്ര എണ്ണം ഉള്ളത്? ഇപ്പൊ കറുത്തതാകാനുള്ള സാധ്യതയോ? സാധ്യത ബ്ലാക്കിന്റെ സാധ്യത എത്രണ്ണം? ബ്ലാക്ക് ടോട്ടല് 8 എണ്ണം. 8/19. ഇനി ഏതാണ് അടുത്തത്? റെഡ് കിട്ടാനുള്ള സാധ്യത. നമ്മൾ കണ്ണട അടച്ച് ഒരു പന്തെടുത്താൽ അത് റെഡ് കിട്ടാനുള്ള സാധ്യത. അപ്പൊ റെഡിന്റെ സാധ്യത എത്രയാണ്? സാധ്യത റെഡ് എത്ര പന്തുണ്ട് ടോട്ടല്? 5 എണ്ണം. 5 ടോട്ടൽ എത്രയാ? ആകെ 19 എണ്ണം വന്നത്. ഇനി വൈറ്റിനുള്ള സാധ്യത. വൈറ്റ് പന്ത് എത്രയാണ് ഉള്ളത്? വൈറ്റ് പന്ത് 6 എണ്ണമാണ്. അപ്പൊ 6/19. അപ്പൊ ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, നമ്മള് ചെയ്യുമ്പോൾ ഇതുപോലെ വിശദീകരിച്ച് ഇത് നമ്മള് വേർഡ് പ്രോബ്ലംസ് ആണ്. അപ്പൊ വാക്കുകളായിട്ട് അങ്ങനെ എഴുതുക തന്നെ ചെയ്യണം കേട്ടോ. ഇതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഓരോ കടലാസ് കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിൽ ഇട്ടിരിക്കുന്നു. പെട്ടിയിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം എടുത്താൽ അത് ഒറ്റസംഖ്യ ആകാനുള്ള സാധ്യത, ഇരട്ടസംഖ്യ ആകാനുള്ള സാധ്യത, 5ന്റെ ഗുണിതമാകാനുള്ള സാധ്യത. പിന്നെ 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? പെട്ടിയിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം എടുത്താൽ അത് അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. അപ്പൊ 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഏതൊക്കെയാണ് 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ?
1, 2, 3, 4. നമ്മളിങ്ങനെ ചുമ്മാ ഒന്ന് ജസ്റ്റ് എഴുതി വേണേ നോക്കാം. ഈ ചെറുതൊക്കെ ആണെങ്കിൽ എഴുതി നോക്കാൻ എളുപ്പമാണ്. വലുതൊക്കെ വരുമ്പോഴാണ് നമുക്ക് എഴുതാൻ പറ്റാത്തത്. ഇതാണ് 1 മുതൽ 20 വരെയുള്ള സംഖ്യകൾ. ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത. ഒറ്റ സംഖ്യ എത്ര ഒറ്റ സംഖ്യ ഉണ്ട്? അപ്പൊ ഇതില് നമ്മൾ നോക്കുക എത്ര ഒറ്റ സംഖ്യകളാണുള്ളത്. ഒറ്റ സംഖ്യകൾ 10 ആണ്. 20 സംഖ്യകളല്ലേ, അതിൽ 10 ഒറ്റയും 10 ഇരട്ടയുമാണ്. അപ്പൊ 10/20 ആണ് ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത. 10/20 തന്നെയാണ് എന്ത്, ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയും. ഇതിനെ എന്ത് ചെയ്യാം, ഇവിടെ ഈ 2 പൂജ്യം ക്യാൻസൽ ആക്കി പോയാൽ 1/2 എന്ന് എഴുതാം. ഇവിടെയും അതുപോലെ തന്നെ 1/2 ആണ്. ഓക്കെ, അപ്പൊ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യതയും 1/2 ആണ്. ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയും 1/2 ആണ്. ഇനി എന്താണ്, ഇനി 5ന്റെ ഗുണിതമാകാനുള്ള സാധ്യത എത്രയാണെന്ന് ചോദിച്ചിരുന്നത്. അപ്പൊ ഇതില് നോക്കുക 5ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്. 5ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 1 5 5, 2 5 10, ഇതൊക്കെയുണ്ട്. 3 5 15, 4 5 20. 5ഉം 10ഉം 15ഉം 20. എത്ര ഉള്ളത്? 4. അപ്പൊ സാധ്യതയോ 4/20. ടോട്ടൽ 20 അല്ലേ, അപ്പൊ 4/20. ഒരു 4 4, 24 8, 4 3 4 16, 4 20. അപ്പൊ 5ന് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ 1ഉം വരും, ഇവിടെ 5ഉം വരും. 1/5 എന്ന് ആൻസർ വരും. അടുത്തത് 1 മുതൽ 20 വരെ എണ്ണസംഖ്യകളിൽ എത്ര അഭാജ്യ സംഖ്യകൾ? അഭാജ്യ സംഖ്യകൾ ഇതിന്റെ ഈ തുടക്കം പറയുന്നുണ്ടല്ലോ അഭാജ്യ സംഖ്യകൾ എന്താന്ന്. ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ ഉള്ളത്? ഇതില് 1 അഭാജ്യ സംഖ്യയാണോ? അല്ല. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് 2 ആണ്. ഇപ്പൊ 2, 3, 5. ഇപ്പൊ പിന്നെ ഏതാ? 7. പിന്നെ 11, 13, 14, 15 ഒന്നും ഇല്ല. 16 ഇല്ല. 17 ഉണ്ട്. 18, 19. ഇപ്പൊ ടോട്ടൽ എത്ര വന്നു? 1 2 3 4 5 6 7 8 ഉണ്ട് ടോട്ടല്. അപ്പൊ ഇവിടെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 8. അപ്പൊ അഭാജ്യ സംഖ്യ ഒരു പെട്ടിയിൽ നിന്ന് ഈ പെട്ടിയിൽ നിന്ന് ഒരു പേപ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അഭാജ്യം ആകാനുള്ള സാധ്യത എത്രയുണ്ട്? 8/20. ഇപ്പൊ 8/20ന് ഇതിനെ വീണ്ടും നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്യാം. 1 4 4, 2 4 8. ഇവിടെ I 4 20. ആൻസർ വരുമ്പോൾ 2/5 എന്ന് വരും. ഈ പെട്ടിയിൽ നിന്ന് ഒരു കടലാസ് ഇത് തന്നെയാണ് ചോദിച്ചല്ലേ. ഓക്കെ, ഒരു പെട്ടിയില് 6 കറുത്ത പന്തുകളും 4 വെളുത്ത പന്തുകളും ഉണ്ട്. ഇതിൽ നിന്നൊരു പന്തെടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത. അപ്പൊ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ നമുക്കറിയാം എത്ര പന്തുകൾ? 6 കറുത്തതുണ്ട്. അപ്പം ബ്ലാക്ക് ഇംഗ്ലീഷ് ലെറ്റർ വെച്ച് ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ എഴുതാകുമ്പോൾ എളുപ്പം ഉണ്ടല്ലോ. ബ്ലാക്ക് 6 അല്ലെങ്കിൽ കറുത്തതെന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വെളുത്തതോ? W എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ പന്തുകൾ എത്രയാ? 10. കറുത്ത എടുക്കാനുള്ള സാധ്യതയോ? 6/10ഉം 6/10നെ നമുക്ക് എന്ത് ചെയ്യാം? 3/5 എന്നെഴുതാം. പിന്നെ എത്രയാ? 4/10. 4/10നെ 2/5 എന്നും എഴുതാം. ഓക്കെ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. ഇനി ഒരു സഞ്ചിയില് 3 ചുവന്ന പന്തും 7 പച്ചപ്പന്തുമുണ്ട്. മറ്റൊരു സഞ്ചിയില് 8 ചുവന്ന പന്തും 7 പച്ചപ്പന്തും ഉണ്ട്. അപ്പൊ ആദ്യത്തെ സഞ്ചിയിൽ നിന്ന് ഒരു പന്തെടുത്താൽ അത് ചുവന്ന ആകാനുള്ള സാധ്യത എത്രയാ? ആദ്യത്തെ സഞ്ചിയില് കണ്ടില്ലേ 7 3 10 ഉള്ളത്. അപ്പൊ ആദ്യത്തെ സഞ്ചിയിൽ നിന്ന് ഒരു ചുവന്ന പന്തെടുത്താൽ ടോട്ടൽ 10 ഉള്ളത്. അത് ചുവന്നതാകാനുള്ള സാധ്യത 3/10ഉം പച്ചയാകാനുള്ള സാധ്യതയോ 7/10 ആണ്. ഇനി രണ്ടാമത്തെ സഞ്ചിയിൽ നിന്ന് ഒരു ചുവന്ന ബോൾ എടുത്താലോ? രണ്ടാമത്തെ സഞ്ചിയിൽ 7 15 ടോട്ടൽ ഉള്ളത്. അപ്പൊ ചുവന്നതാകാനുള്ള സാധ്യത 8 ചുവന്ന പന്തുകളുണ്ട്. ഇപ്പൊ 8/15 ചുവന്നതാകാനുള്ള സാധ്യത. 2 സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി അതിൽ നിന്നൊരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത. ഇപ്പൊ 2 സഞ്ചിയിലും കൂടെ ടോട്ടൽ ബോൾ എത്രയാ? ആദ്യത്തേല് 10, രണ്ടാമത്തേല് 15. ടോട്ടൽ എത്രയാ? 15ഉം 10ഉം 25 ഉണ്ട്. ഇനി ആദ്യത്തേല് എത്രയാ? 3
3 ചുവന്നതുള്ളത്. രണ്ടാമത്തേല് 8 ചുവന്നതുള്ളത്. 8ഉം 3ഉം എത്രയാ? രണ്ടും കൂടെ കൂട്ടുക. 8ഉം 2ഉം 10, 11 ടോട്ടൽ ചുവന്നത്. അപ്പം 11 ടോട്ടൽ ആകെ പന്തുകൾ എത്രയാ? 25 എന്ന് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെട്ടു. ഓക്കെ, രണ്ടക്ക സംഖ്യ. അപ്പൊ രണ്ടക്ക സംഖ്യ ഏതാന്ന് ആദ്യം മനസ്സിലേക്ക് വരണം. രണ്ടക്കമുള്ളതാ. അതിന്റെ ഏറ്റവും ചെറുത് 10ഉം 10 മുതൽ എവിടെയാണ്? 10, 11, 12 അങ്ങനെ പോയി 99 വരുന്നത്. അപ്പൊ ടോട്ടൽ എത്രയാണ് വരുന്നത്? ആകെ ഉള്ളത് ടോട്ടൽ 90 സംഖ്യകളാണ് ഉള്ളത്. 90 സംഖ്യകൾ. അപ്പൊ ഒരാളോട് ഞാൻ കണ്ണടച്ച് ഒരു സംഖ്യ, രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെട്ടു. ഏതെങ്കിലും ഇഷ്ടമുള്ള രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെട്ടാല് അത് ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയോ? ഈ 90 45 എന്താണ്? ഒറ്റ സംഖ്യയും 45 തന്നെ ഇരട്ട സംഖ്യയുമാണ്. അല്ലേ? അപ്പൊ ഇത് ഇരട്ട സംഖ്യ പറയാനുള്ള സാധ്യത എത്രയായിരിക്കും? 45/90 എന്ന് പറയുന്നത് എത്രയാ? 1/2. 45 45 അല്ലേ 90? അത് ഓക്കെ. ഒറ്റസംഖ്യ പറയാനുള്ള സാധ്യതയും ഒറ്റസംഖ്യ പറയാനുള്ള സാധ്യത എത്രയാ? 1/2 ആണ്. പകുതി ചാൻസ് ആണുള്ളത്. അപ്പൊ പകുതി ഒറ്റസംഖ്യയും പകുതി അറ്റസംഖ്യയും ആയതുകൊണ്ടാണ് അങ്ങനെ. സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ 4 ആകാനുള്ള സാധ്യത. നമ്മൾ ആലോചിക്കുക, 4 വരുന്ന സംഖ്യകൾ. അപ്പൊ 14 ആദ്യത്തെ നമ്പർ. പിന്നെ ഏതാണ്? 24, പിന്നെ 34, 44. നമ്മളിങ്ങനെ പറയുമ്പോഴേ ഇതിങ്ങ് എഴുതി അങ്ങ് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. 54, ഓക്കെ, 55 ആയിപ്പോയി. 54, 64, 74, 84 ആൻഡ് 94. എത്ര ഉണ്ട് ടോട്ടല്? 1, 2, 3, 4, 5, 6, 7, 8, 9 ആണുള്ളത്. 9/90 അല്ലേ? 4 അക്കം ആകാനുള്ള, അതായത് ഒറ്റയുടെ സ്ഥാനത്ത് 4 ആകാനുള്ള സാധ്യത എന്നാണ് ചോദിച്ചിരിക്കുന്നത് സംഖ്യയില്. സാധ്യത വരുമ്പോ 9/90. ഇവിടെ ഈ 9 ഇങ്ങനെ ക്യാൻസൽ ആകത്തില്ലേ? ബാക്കി ഇവിടെ 1 ഉണ്ട്. ഇവിടെ താഴെ എത്രയാ? ഒരു 0 ഉണ്ടല്ലേ? 0 എന്ന് പറയുമ്പോൾ 10 എന്നാണ് വരുന്നത്. അപ്പൊ 1/10 എന്ന് വരും. ഒറ്റയാകാനുള്ള ഒറ്റയുടെ സ്ഥാനത്ത് 4 ആകാനുള്ള സാധ്യത 1/10 ആണ്. ഇനി സാധ്യതയുടെ ഇതിൽ വരുമ്പോൾ ഇവിടെ ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. എങ്ങനെയാണ്? ഒരു സഞ്ചിയിൽ കുറെ ചുവന്ന പന്തുകളും മുത്തുകളും കുറെ പച്ച മുത്തുകളും ഉണ്ട്. ആകെ മുത്തുകളുടെ എണ്ണം ടോട്ടൽ തന്നിട്ടുണ്ട് നമുക്ക്, അല്ലേ? അപ്പം പച്ചയും ഒരു സഞ്ചിയിലെ കാര്യമാണെന്ന് പറഞ്ഞേക്കുന്നത്. അത് ടോട്ടൽ എത്രയാണ് വരുന്നത്? 24 ഉണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സഞ്ചിയാണ്. അപ്പൊ അതിൽ എത്ര ചുവന്ന മുത്തിന്റെയും പച്ചമുത്തിന്റെ എണ്ണം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ കുറെ ചുവന്ന മുത്തുകളുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ പച്ചമുത്തുകളും ഇങ്ങനെ ഈ സഞ്ചിയിൽ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, സഞ്ചിയിലെ എണ്ണം ഒന്നും അറിയത്തുമില്ല. ടോട്ടൽ എണ്ണം അറിയാം, മുത്തുകളുടെ കളർ അനുസരിച്ചുള്ള എണ്ണം ഒന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മള് ടോട്ടൽ ഇവിടെ ഉണ്ട്. ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 24 ആണെന്ന് അറിയാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? കണ്ണടച്ച് ഒരു മുത്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എത്രയാ? 2/3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനൊരു മുത്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത തന്നിട്ടുണ്ട്, അല്ലേ? ഇപ്പൊ നമ്മൾ അതിന്റെ സാധ്യത തന്നിട്ടുണ്ട്, അതിന്റെ തിരിച്ച് എണ്ണം കണ്ടുപിടിക്കണം. ആ രീതിയിലേക്ക് പോണം. ഇപ്പൊ നമ്മളുടെ അതാണ്, ഇതുകൊണ്ടാണ് കണ്ടില്ലേ, ഇവിടെ നമുക്ക് തന്നേക്കുന്നത് 2/3 ആണ്. പക്ഷെ നമുക്ക് 24 ടോട്ടല്. നമുക്കറിയാം താഴെ വരുന്നത് 24 അല്ലേ പറഞ്ഞേ. അതാ ലഘൂകരിച്ച് എഴുതാൻ, അതായത് ഭിന്നസംഖ്യകളെ ലഘൂകരിച്ച് എഴുതി ചെയ്യണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം ചില ക്വസ്റ്റ്യനുകളിൽ ലഘൂകരിച്ച ഭിന്നസംഖ്യയാണ് തരുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് അതിന്റെ വിശദീകരിച്ച ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, ഇവിടെ 2/3 ആണ് തന്നിരിക്കുന്നത്. ഏത്? റെഡ് ആകാനുള്ള സാധ്യത, ചുവന്നതാകാനുള്ള സാധ്യത. ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പച്ചമുത്ത് ആകാനുള്ള സാധ്യത എത്ര ആണെന്ന. അപ്പൊ ഇവിടെ പച്ചമുത്ത് കിട്ടുന്നതിനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 3 ടോട്ടൽ വന്നിരിക്കുന്നത്, അല്ലെ? അപ്പം ഒരു കാര്യം, ഇപ്പൊ ഒരു പെട്ടി ഇങ്ങനെ വെച്ചു. ആ പെട്ടിയില് 3 ഇവിടെ ഇപ്പൊ 3 അല്ലേ തന്നേക്കുന്നത്, അതുകൊണ്ട് 3 തിരിച്ചു. ഓക്കെ, 3 തിരിച്ചിട്ട് അതില് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ബോക്സും നിറച്ചും ചുവന്ന മുത്താണ്. ഓക്കെ, ഈ ഒരു ബോക്സും ഈ ഒരു മുക്സും
ചുവന്ന മുത്താണ്. അതായത് 3ൽ 2 എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? 3 പെട്ടിയിൽ 2 ഭാഗം ചുവന്നതാണ്, ഒരു ഭാഗം പച്ചയാണ്. അപ്പൊ നമുക്ക് ആൻസർ ഒറ്റയടിക്ക് തന്നെ എഴുതാം. 3ൽ 1 നമുക്ക് പച്ച വരുന്നതെന്ന് അറിയാം. കണ്ടില്ലേ? 3ഉം 2ഉം 3ഉം 1ഉം കൂടെ കൂട്ടുമ്പോ എത്രയാ? 3ൽ 3 കിട്ടണം. 3ൽ 3 എന്ന് പറയുന്നതല്ലേ കംപ്ലീറ്റ് ഉള്ളത്. ഓക്കെ, അപ്പൊ 3 ഭാഗത്തില് 3 വീതിച്ചാൽ അതിൽ 2 ഭാഗം ചുമലയും ഒരു ഭാഗം അങ്ങനെയാണ് അത് വരുന്നത്. ഓക്കെ, അതായത് ഇത് ഇവിടെ 3 ഒരു പെട്ടി 3ആയിട്ട് തരംതിരിച്ചു. അതിൽ എന്ത് ചെയ്തു? 2 ഭാഗത്ത് ചുവന്ന മുത്തിട്ടു, ഒരു ഭാഗത്ത് പച്ചമുത്തിട്ടു. ഇപ്പൊ 3ൽ 2 ഭാഗം ചുവന്ന മുത്തും ബാക്കി മിച്ചം എന്തുണ്ട്? ഒരു ഭാഗമാണ് മിച്ചമുള്ളത്. ഇപ്പം എത്രയിലാണ് ഇവിടെ ടോട്ടൽ എത്രയാണുള്ളത്? ടോട്ടൽ 3 അപ്പൊ 3ൽ ഒരു ഭാഗമാണ് പച്ച എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ തന്നെ ആദ്യത്തെ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതിന്റെ തന്നെ ആണെങ്കിൽ ചുവന്ന മുത്തുകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ എണ്ണം ചോദിച്ചാൽ എന്ത് ചെയ്യും എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ നമുക്ക് എണ്ണം ചോദിക്കുന്ന ഒരു രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മള് 3ൽ 1 നമുക്ക് അറിയാം. പച്ച മുത്ത് കിട്ടാനുള്ള സാധ്യത, ഗ്രീൻ മുത്ത് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/3 നമുക്കറിയാം. ഇവിടെ എന്താണ്? താഴെ എന്താണേലും 24 ഉള്ളതെന്ന് അറിയാം. അപ്പൊ മുകളിലുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ താഴെ എത്രയാ? 3 അല്ലേ ഉള്ളൂ. അപ്പൊ 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24, അതായത് 3നെ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? 3നെ ഒരു നമ്പർ, ഏതോ ഒരു നമ്പർ കൊണ്ട് എക്സ് കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 24 കിട്ടിയത്. എക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? ഈ 24നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ ഏതുകൊണ്ടാണ് ഹരിക്കുന്നത്? എക്സ് ഇതാണ് 3ന്റെ ടേബിളിൽ എപ്പോഴാണ് 24 വരുന്നത്? 3 24. അപ്പൊ 3നെ 8 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 24 കിട്ടി. ഇപ്പൊ 24 മുത്തുകളല്ലേ വന്നേ. അപ്പൊ ഇവിടെ കട്ട് ചെയ്തേക്കുന്ന നമ്പർ ഏതാണ്? എത്രയാ? 8 കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ 8/24 നമ്മുടെ ആൻസർ വരുന്നത്. 8/24. 8 ആയതുകൊണ്ട് എന്താന്ന് നമുക്ക് മനസ്സിലാക്കാം. 8 നമ്മുടെ ഗ്രീൻ മുത്തുകളുടെ എണ്ണം. പച്ച മുത്തിന്റെ എണ്ണം എത്രയാ? 8. അങ്ങനെയാണെങ്കിൽ റെഡ് എത്രയായിരിക്കും? ഇവിടെ നമ്മൾ തന്നിട്ടുണ്ട് മുകളില് നമ്മൾ പറഞ്ഞല്ലോ 3 × 8 24 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റെഡ് ആകാനുള്ള സാധ്യത നമ്മൾ മുമ്പ് ചെയ്തത്, അതായത് 2/3. അപ്പൊ 2/3 നമ്മൾ റെഡിന്റെ ചെയ്തത്. അപ്പം നമ്മൾ പറഞ്ഞു ഇതായിട്ട് 3 × 8 ചെയ്തപ്പോഴാണ് നമുക്ക് 24 കിട്ടിയത്. അതേ 8 കൊണ്ട് തന്നെ ഇവിടെ വെച്ച് നോക്കുക. 2 × 8 അപ്പൊ 16 എന്ന് വരും. അല്ലെങ്കിൽ ഇപ്പൊ ഇതാണ് നമ്മുടെ ഇത്. നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടിയല്ലോ 8 ഗ്രീൻ മുത്തിന്റെ കിട്ടിയില്ലേ? അപ്പൊ 24ന് 8 കുറച്ചാൽ, ഇപ്പൊ 24 മുത്തുകളില് 8 ഗ്രീൻ ആണെങ്കിൽ 24ന് 8 പോയാൽ ബാക്കി എത്രയാ? 16 റെഡ് ആണ്. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഒരെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഇത് വരുന്നത്, ഈ ഒരു സാധ്യത വരുന്ന ഇതിനെ ചിലത് ദശാംശ രൂപത്തിലോട്ട് വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ദശാംശ രൂപത്തില് ഇപ്പൊ നമ്മള് ചില ഇത് വരുമ്പോ ദശാംശ രൂപ കൂടുതലും ഈ എന്താ പറയാ, താഴെ 10ന്റെ ഗുണിതങ്ങളോ ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ 100ന്റെ ഗുണിതങ്ങളോ 1000ന്റെ ഗുണിതങ്ങളോ തന്നാൽ മാത്രമേ ദശാംശം സാധാരണ ചോദിക്കുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള സംഖ്യകളാണെങ്കിൽ മാത്രം. ഓക്കെ, അതുപോലെ തന്നെ ശതമാനം, ദശാംശം കണ്ടുപിടിച്ചാൽ നമുക്ക് ശതമാനത്തിലേക്ക് ആക്കാൻ അതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ മതിയാവുമല്ലോ. ഓർക്കുന്നില്ലേ? അതൊക്കെ 6ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഇത് തന്നിരിക്കും. അതായത് 1 മുതൽ 20 വരെയുള്ള സംഖ്യകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് ഓരോന്ന് ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്നത് താഴെയുള്ള. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അഭാജ്യ സംഖ്യ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത. ഒരു അഭാജ്യ സംഖ്യ. അപ്പൊ 1 മുതൽ 20 വരെയുള്ളതിൽ നമ്മൾ മുമ്പ് ചെയ്തതാണ് അഭാജ്യ സംഖ്യകൾ. ഓക്കെ, എന്നാലും ഒന്നുകൂടെ നോക്കാം. ഇതിൽ ഏതൊക്കെയാണ് അഭാജ്യം? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 11, 13, 17, 19. ടോട്ടൽ എത്ര വരുന്നുണ്ട്? 2, 4, 6,
8 അഭാജ്യസംഖ്യകൾ വരുന്നത്. ടോട്ടൽ എത്ര അഭാജ്യസംഖ്യ? ടോട്ടൽ എത്ര നമ്പർ? 20 എണ്ണം. 20ൽ 8 അഭാജ്യമാകുന്നത്. അപ്പൊ ഇതിന്റെ ഇതിന്റെ സാധ്യത വരുന്നത് 5. നമ്മൾ ഇതിന്റെ ഏറ്റവും ലഘൂകരിച്ച രൂപത്തിൽ എന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ 4 2/5 എന്ന് വരും. 2/5 എന്ന് വരും. നമ്മൾ ഇതാണ് ഇതിന്റെ സാധ്യത എന്ന് പറയുന്നത്. എത്രയാ? 2/5 എന്ന് വരും. ഇനി എനിക്ക് വേണ്ടത് ഇതിന്റെ ദശാംശ രൂപത്തിലോട്ടാക്കണം. ദശാംശ രൂപത്തിലോട്ടാക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ 5/10 ആണെങ്കിൽ, അതായത് താഴെ ഒരു 0 വന്നിട്ടുണ്ടെങ്കിൽ 10 അങ്ങനെയൊക്കെ ആണെങ്കിൽ 10, 100 ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം ഈ മുകളിലുള്ളതിന്റെ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ നമുക്ക് ദശാംശം ആകുമെന്നറിയാം. 5/10 ആണെങ്കിൽ 10ന് എത്ര പൂജ്യമുണ്ട്? ഒരു പൂജ്യമാണുള്ളത്. 5ന്റെ തൊട്ടിപ്പുറത്ത് ഒരു കുത്തിടുക. ഇപ്പൊ 15/10 ആണെങ്കിലോ ഈ 5ന്റെ ഒരു സ്ഥാനം മാറ്റിയിട്ട്, കണ്ടോ, ഒരു സ്ഥാനം ഇങ്ങോട്ടാണ് ഇടത്തോട്ട് മാറ്റിയിട്ട് കുത്തിടുവാണ്. ഇപ്പൊ 5/100 ആണെങ്കിലോ ഇവിടെ 2 സ്ഥാനം മാറ്റി 100 എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യം. ഇപ്പൊ 15/15 എന്നുള്ളത് 0.15 എന്ന് വരും. അപ്പൊ അവിടെ 2 സ്ഥാനം മാറ്റിയിട്ട് ഇങ്ങനെ 0.15 എന്ന് വരും. കണ്ടോ, 2 സ്ഥാനം മാറ്റി കുത്തിടും. ഇതുപോലെ നമുക്ക് താഴെയുള്ളത് 10ന്റെ ഗുണിതങ്ങൾ ഏതെങ്കിലും ആക്കുവാണെങ്കിൽ നമുക്ക് ദശാംശ രൂപത്തിലോട്ടാക്കാൻ എളുപ്പമാണ്. അപ്പൊ ഇവിടെ 20 പറഞ്ഞേക്കുന്നത്. 20 ആയതുകൊണ്ട് നമുക്കറിയാം 20ന്റെ പകുതി എത്രയാ? 10 അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ 20ന്റെ പകുതി 10 എന്ന് എഴുതാം. ഓക്കെ, മുകളിലുള്ളത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. 8ന്റെ പകുതി എത്രയാ? 8ന്റെ പകുതി 4 ഇപ്പൊ നമുക്ക് കിട്ടി 4/10 എന്ന് കിട്ടി. ഇപ്പൊ 10ന് എത്ര പൂജ്യമുണ്ട്? ഒരു പൂജ്യമാണുള്ളത്. അപ്പൊ അതിന്റെ ദശാംശ സ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഭിന്നസംഖ്യയെ ശതമാനം കാണുന്നത് എങ്ങനെയാ? ഇവിടെ ഒരു 100 കൊണ്ട് ഗുണിച്ചാൽ മതിയാവും ഭിന്നസംഖ്യ ശതമാനം കാണുന്നത്. ഇപ്പൊ 10ന്റെ ഇവിടെ ഈ ഒരു പൂജ്യം പോയിട്ട് 4 × 10 40% എന്ന് വരും. ഓക്കെ, അല്ലാതെ നമുക്ക് ഇതിന്റെ ആൻസർ എത്രയാ? ദശാംശ രൂപത്തിലോട്ട് വരുമ്പോഴോ 0.4 എന്ന് വരും. അപ്പൊ 4/10 അവിടെ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടു 4 വരും. അപ്പൊ ഇതിനെ വീണ്ടും നമുക്ക് ഇതിനെ ഇങ്ങനെ ചെയ്യാം. 0.4 × 100 എന്ന് ചെയ്യാം. അപ്പൊ 100 ഒരു ദശാംശ സംഖ്യയെ 100 കൊണ്ടൊക്കെ ഗുണിക്കണമെങ്കിൽ ഹരിക്കുമ്പോൾ നമ്മൾ ഇടത്തോട്ട് സ്ഥാനം മാറ്റിയാൽ ഗുണിക്കുമ്പോൾ നമ്മൾ വലത്തോട്ട് സ്ഥാനം മാറ്റും അല്ലെ? ഈ പോയിന്റ് എന്ത് ചെയ്യും? പോയിന്റ് 4ന്റെ ഇങ്ങോട്ട് വരും അല്ലെ? 4 കഴിഞ്ഞിട്ടാവും പോയിന്റ്. അപ്പൊ ഒരു പൂജ്യമാണെങ്കിൽ 2 പൂജ്യം ആയതുകൊണ്ടോ ഒരു പൂജ്യം ഇല്ലാത്ത ഒരു സ്ഥാനം വേറെ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു പൂജ്യം ഇട്ട് കൊടുക്കും. അപ്പൊ 40% എന്ന് പറയും. ഓക്കെ, ഇതുപോലെ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഈ അതായത് 10 അതിൽ കൂടുതലോ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത എത്രയാണ്? 10 വേണം, അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ അതിന് കൂടുതലോ. അപ്പൊ ഈ 10 മുതൽ ഇത്രയും ഉള്ള നമ്പർ എന്ത് ചെയ്യുക? എണ്ണി നോക്കുക. 10 ഏതാ? 10 1 2 3 4 5 6 7 8 9 10 11 ഉണ്ട്. അപ്പൊ 11 10 അതിന് കൂടുതൽ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ 11/11 ഉള്ളത് 10 കഴിഞ്ഞിട്ടല്ലേ 20 വരെ. അപ്പൊ 11/20 എന്ന് വരും. അപ്പൊ 11/20 എന്റെ സാധ്യത എന്ന് പറയുന്നത്. ഇനി ചെറുതാക്കാനൊന്നും നോക്കത്തില്ല, മുകളില് അഭാജ്യസംഖ്യയാണല്ലോ ഉള്ളത്. അപ്പൊ താഴെ 20. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ദശാംശത്തിലേക്ക് മാറ്റണം. 20 എന്നുള്ളതിനെ നമുക്ക് 10 എന്നാക്കിയാൽ മുകളിലുള്ളത് 11 ഉള്ളത് നമ്മൾ 11 പോയിന്റ് സംഖ്യയൊക്കെ വരും. അപ്പൊ അത് ചെയ്യുന്ന ഒരിച്ചിരി ബുദ്ധിമുട്ട് വരും. അപ്പൊ അതിനെക്കാട്ടിലും അങ്ങനെ ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെക്കാട്ടും നമുക്ക് എളുപ്പം 20നെ നമുക്ക് 4 കൊണ്ട് 4 അല്ലല്ലോ 5 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 20 × 5 എത്രയാണ്? 20 × 5 100 അല്ലേ? അപ്പൊ 20നെ നമുക്ക് 5 കൊണ്ട് ഗുണിച്ചാൽ 100ലേക്ക് എത്തും. അതേ സെയിം 5 കൊണ്ട് മുകളിലും ഗുണിച്ചാൽ മാത്രം മതിയാവും. അപ്പൊ മുകളിൽ എത്ര ആൻസർ കിട്ടുന്നത്? 55/20 × 5 എന്നുള്ളത് എത്രയാണ്? 100. അപ്പൊ 55/100. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ 100 വന്നില്ലേ? ഇനി എന്ത് ചെയ്യാം? ഒന്നല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ ശതമാനം കാണണമെങ്കിൽ 55/100 ×
100 ചെയ്യാം. ഈ 100 കൂടെ ക്യാൻസൽ ആക്കിയാൽ ബാക്കി 55% എന്ന് കിട്ടും. ഓക്കെ. ഇനി അതിന്റെ ദശാംശ സംഖ്യ ആണെങ്കിലോ 55-ന് 55 എന്നുള്ളത് 2 സ്ഥാനം മാറ്റി കുത്തിടുക. 0.55. ഇതിനെ 100 കൊണ്ട് ചെയ്താലും മതി. ഓക്കെ. 2 രീതിയിലും ചെയ്യാം ട്ടോ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ ചെയ്യുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ള കണക്ക് ചെയ്യാം. പ്ലസ് സ്വയമേ ബാക്കിയുള്ളതൊന്ന് ചെയ്ത് നോക്കുക. തന്നെ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. എല്ലാം എളുപ്പമാണ്. നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് 3 ചാപ്റ്റേഴ്സ് കുറച്ച് ഇച്ചിരിയൊക്കെ എന്താ സമാന്തര ശ്രേണിയൊക്കെ കുറച്ചൊക്കെ ഒരുപാട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ്. അതിൽ നിന്ന് ഇത് വളരെ റിലാക്സ് ചെയ്ത് ഏറ്റവും വലിയ പ്രത്യേകത ഈ ചാപ്റ്ററിന്റെ പ്രത്യേകതയാണ് ഇതിനകത്ത് ഇക്വേഷൻസ് സമവാക്യങ്ങളൊക്കെ വളരെ കുറവാണ്. സമവാക്യങ്ങൾ ആ ഒരു സാധ്യത കാണുന്നത് നമ്മുടെ അനുകൂല ഫലം ഡിവൈഡ് ബൈ ആദ്യ ഫലങ്ങളുടെ എണ്ണം. ആ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. അതിൽ ഇക്വേഷൻ ആയിട്ട് കാണാൻ പഠിക്കാൻ ഒന്നും തന്നെ ഈ ചാപ്റ്ററിൽ ഇല്ല. ഓക്കെ ഡിയേഴ്സ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളത് നമുക്ക് കാണാം. ഓക്കെ ബൈ.